ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്കും അശ്വതിക്കും ലീവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് സരോജിനിക്ക് പോകാമെന്ന് വിചാരിച്ചു. പ്ലാൻ ചെയ്തു. അപ്പോഴേ നമ്മൾ റെഡിയായി ഇറങ്ങി നേരെ നമ്മൾ പിങ്ക് ലൈൻ ഫോളോ ചെയ്ത് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് പോകേണ്ടതും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ നോക്കി സെർച്ചൊക്കെ ചെയ്ത് ഓരോരുത്തരടുത്ത് ചോദിച്ച് പതുക്കെ ഇങ്ങനെ പോവുകയാണ്. നല്ല ഫണ്ണായിട്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ സരോജിനിക്ക് പോകുന്നത്. പോയപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു സത്യം പറഞ്ഞാൽ. അവളാണെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രോവേർട്ടുമാണ്. അങ്ങനെ കുറേ നേരം ഞാൻ അവളെ കളിയാക്കുന്നു, അവളിരുന്ന് ചിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് തിരക്കി പിടിച്ച് അവസാനം നമ്മൾ മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെട്രോ വന്നപ്പോഴത്തേക്കും നമ്മൾ മെട്രോയിൽ കയറി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവളെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ അവളെ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി നേരെ നമ്മൾ സരോജിനിയുടെ അവിടെ ഇറങ്ങി. അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നടന്ന് നമ്മൾ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു. നമ്മളൊരു ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് സരോജിനിയിൽ എത്തിയത്. അപ്പം തന്നെ അത്യാവശ്യം തിരക്ക് ആയി തുടങ്ങിയായിരുന്നു. പിന്നെ കുറേ ബുക്സും കുറേ ഡ്രസ്സും. ഇവിടുത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് മേടിക്കണം. ആദ്യം ഒരു കമ്മൽ കണ്ടപ്പോഴത്തേക്ക് അവൾ അത് നോക്കി. പിന്നെ നമ്മൾ മെയിൻ എൻട്രൻസ് വരെ കയറി. പിന്നെ കുറേ കോഡ് സെറ്റൊക്കെ ചോദിക്കുവാണ്. ഞാൻ അതിൻ്റെ ഓരോ റേറ്റൊക്കെ ചോദിക്കുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയത്തില്ല. പക്ഷേ സരോജിനിയിൽ കയറിയപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഹിന്ദിയിലേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വില വേശി 80 രൂപയുടെ ടീഷർട്ട്, സ്വെറ്റ് ടീഷർട്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം ഈ ഒരു സ്വെറ്റ് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ നമുക്ക് തണുപ്പൊക്കെ തടയാൻ പറ്റുമല്ലോ. അങ്ങനെ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ നടന്ന് നമ്മൾ അകത്തോട്ടുള്ള ഓരോ ഷോപ്പിലേക്ക് പോവുകയാണ്. ഇരുട്ടും തോറും അത്യാവശ്യം കടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ തിരക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഈ ഒരു കമ്മൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. അത് നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അകത്തോട്ട് കുറേ കടകളിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കമ്മലൊക്കെ ഉണ്ടായിരുന്നു. 50 രൂപ 30 രൂപ അത്രയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു മാല അശ്വതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റിങ്. അതുകൊണ്ട് റിങ്ങൊക്കെ ഇട്ട് നോക്കി. പക്ഷെ നമ്മൾ റിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കടകളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കി പോവുകയാണ്. അവർ പറയുന്നത് എത്രയാണോ അതിൻ്റെ പാതിയെ നമ്മൾ പറയത്തുള്ളൂ. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവൾ നേരത്തെ മേടിച്ച സെയിം മാല ഈ കടയിൽ വേറെ റേറ്റിന്. അപ്പോൾ നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ അവിടുത്തെ കമ്മലൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു മാല കണ്ടു. ഇത് 100 രൂപയുള്ളൂ ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി. 100 രൂപയ്ക്ക് ഇത് എന്തായാലും ലാഭമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അത് അവളോട് പറയുമായിരുന്നു, ഇടി 100 രൂപയുള്ളടി നല്ല ഭംഗിയുണ്ടെന്ന്. എന്നിട്ട് അവസാനം നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ബേക്കറിയിൽ കയറി നമ്മളൊരു ബദാം മിൽക്കും പിന്നെ ഒരു പേസ്ട്രി, ഒരു ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ട്രൈ ചെയ്ത് നോക്കി. അത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു. അത് നമ്മൾ ആ ഒരു റേറ്റിന് നല്ലൊരു കേക്കായിരുന്നു. ഒരു 50 രൂപ അങ്ങനെ എന്തോന്ന് 50 രൂപ 40 രൂപയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കേക്കിന്. പിന്നെ ബദാം മിൽക്ക്, അത് നല്ല ഫ്രഷ് ബദാം മിൽക്കായിരുന്നു. നല്ല ബദാമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓവർ മധുരമൊന്നും ഇല്ല, ലൈറ്റൊരു മധുരമൊക്കെ ആയിട്ട് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ അടുത്ത കടകളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കുറേ കടകളിൽ കയറി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. മെയിൻ എൻട്രൻസിൽ വെളിയിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ സാധനങ്ങൾ മൊത്തം കൊണ്ട് ഞങ്ങൾ തിരിച്ച് മെട്രോയിൽ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ നേരത്തെ ഞങ്ങൾക്ക് വഴി തെറ്റി വീണ്ടും ഞങ്ങൾ ചോദിച്ചും പറഞ്ഞൊക്കെയാണ് വന്നത്. അങ്ങനെ നമ്മൾ മെട്രോയിലെത്തി. തിരിച്ച് ഞങ്ങളുടെ ഷാദിപ്പൂർ എത്തി. അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഈ കവർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഇതൊക്കെ എന്തുവാ ആരുടെയൊക്കെയാണെന്നുള്ളത്. അത്രയ്ക്ക് വട്ട് പിടിച്ച ഞങ്ങൾ സാധനങ്ങളും കൊണ്ട് വന്നത്. നല്ല ടയേർഡായി ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അവസാനം അവിടെ വന്നിരുന്ന് ഒരു കോണൊക്കെ മേടിച്ച് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. ഷോപ്പിങ്ങും നടന്നു, എന്നാൽ ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.